ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സൂര്യാസ് വേൾഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമുക്ക് പനീർ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതിനായിട്ട് ഞാനിവിടെ 1.25 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. 1.25 ലിറ്റർ പാൽ നല്ല ഫ്ലെയിമിൽ തന്നെ ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം അതൊന്ന് നന്നായിട്ട് പതച്ച് വരാനായിട്ട് നമ്മളത് വെക്കണം. അങ്ങനെ നല്ലതായിട്ട് പനീർ നമുക്ക് കിട്ടുള്ളൂ. അതിനുശേഷം ഞാനിവിടെ 3-4 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കത് സ്ക്വീസ് ചെയ്ത് ഒഴിച്ച് വെക്കാം ഒരു പാത്രത്തിലേക്ക്. അതിൻ്റെ ആ കുരുക്കളെല്ലാം നമ്മളെടുത്ത് മാറ്റി വെക്കണം. അതൊന്നും വീഴാനായിട്ട് പാടില്ല. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പാലെല്ലാം നന്നായിട്ട് തിളച്ചിട്ട് വരുന്നുണ്ട്. നമുക്ക് ഓഫാക്കിയിട്ട് വെക്കാം. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കതൊന്ന് ഭയങ്കരമായിട്ടുള്ള ആ ചൂടുണ്ടല്ലോ അതൊന്ന് കുറയാനായിട്ട് നമുക്കൊന്ന് കാത്തു വെക്കാം. അതിന് ശേഷം വേണം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള നാരങ്ങാനീര് ഇതിലേക്ക് ഒഴിക്കുവാനായിട്ട്. ചെറുനാരങ്ങാനീര് ഒഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഐസ് വെള്ളമോ അല്ലെങ്കിൽ ഐസോ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം അതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് പനീർ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ കടയിൽ നിന്ന് നമ്മൾ പനീർ മേടിക്കുവാണെങ്കിൽ എന്തായാലും ഒരു 200 ഗ്രാമിനൊക്കെ ഒരു 100 രൂപയെങ്കിലും ആയി കിട്ടും. അപ്പം 2 കവർ പാലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ഒരു നേരത്തേക്കുള്ള ഒരു കറി നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് ഈ പനീർ വെച്ചിട്ട് പറ്റും. ഇതൊന്ന് പനീർ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. നിങ്ങളിതിനോട് ടെൻഷനൊന്നും ആവണ്ട, ആയില്ലല്ലോ എന്ന് ഓർത്ത് എന്തായാലും കുറച്ച് സമയം എടുക്കും അതൊന്ന് വിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറുനാരങ്ങയ്ക്ക് പകരം വിനാഗിരിയോ ഉപയോഗിക്കാം. ചെറുനാരങ്ങ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് ആ പനീറിൽ കിട്ടും. അത്രയും നാരങ്ങ എടുത്തല്ലോ എന്ന് വിചാരിച്ചിട്ട് അത്രയും പുളി എന്തായാലും അതിന് ഉണ്ടാവില്ല കേട്ടോ. അത് നമ്മൾ വിഷമിക്കേണ്ട. അതിൻ്റെ ഫ്ലേവർ മാത്രമേ കിട്ടത്തുള്ളൂ. ഒരു ചെറിയൊരു പുളിപ്പുണ്ടാവും പനീറിന്, നല്ലുള്ളൂ, അതിനൊരു രസമുള്ളൂ. ഇപ്പോൾ ഞാൻ തണുത്ത വെള്ളമെല്ലാം ഒഴിച്ചു അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരിപ്പയിൽ ഒരു നനഞ്ഞ തുണി, നല്ല വൃത്തിയുള്ള കഴുകിയെടുത്തിട്ടുള്ള തുണി എടുത്ത്, കുറച്ച് നനവുള്ള തുണി എടുക്കണം കേട്ടോ. അതിനുശേഷം അതിൻ്റെ മുകളിലിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ അരിച്ചെടുക്കുക. അതിനുശേഷം നമ്മളെ ഊറ്റിയുടെ ബാക്കി വന്നിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അത് അതേ വെള്ളം തന്നെ ഞാൻ എൻ്റെ മുകളിലിങ്ങനെ കട്ടിക്ക് വെച്ചിട്ടുണ്ട്, അതിൻ്റെ വെള്ളമെല്ലാം പോകാൻ വേണ്ടിയിട്ട്. ഈ വെള്ളം നമുക്ക് ചപ്പാത്തി കുഴയ്ക്കുമ്പോഴും ഒക്കെ നമുക്കതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇതാ നമ്മുടെ പനീറെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിരിക്കും, നമുക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടില്ലേ? നമുക്കിങ്ങനെ ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്കത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത് എത്രത്തോളം നല്ല സോഫ്റ്റാണെന്നുള്ള കാര്യം. കണ്ടില്ലേ? നല്ല സോഫ്റ്റാണ്. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.